ഇനി ഇത് മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെതിരായുള്ള തെളിവ് ശേഖരണത്തിലും SITക്ക് വീഴ്ച സംഭവിച്ചു. സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് രേഖയുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതി എ പത്മകുമാറിന്റെ കയ്യക്ഷര പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചത് 3 ദിവസം മുൻപ് മാത്രമാണ്. ഇതിനിടെ സ്വർണ്ണക്കൊള്ളൈ തന്ത്രി കണ്ഠരര് രാജീവരുടെ കയ്യക്ഷര പരിശോധനയ്ക്ക് കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT അനുമതി തേടി. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന പ്രധാന രേഖയായിരുന്നു സ്വർണം ചെമ്പെന്നെഴുതിയ മീറ്റിംഗ് മിനിറ്റ്സ്. ദേവസ്വം യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാതെ എ പത്മകുമാർ എഴുതി ചേർത്തെന്നായിരുന്നു മറ്റു ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി. ഇത്രയും പ്രധാനപ്പെട്ട രേഖയിലെ കയ്യക്ഷര പരിശോധനയ്ക്ക് SIT സാമ്പിളുകൾ ശേഖരിച്ചത് 3 ദിവസം മുൻപ് മാത്രം. പത്മകുമാർ അറസ്റ്റിലായി 2 മാസം കഴിഞ്ഞപ്പോഴാണ് നടപടിയെടുത്തത്. പരിശോധനാ ഫലം ലഭിക്കാതെ കുറ്റപത്രവും നൽകാനാകില്ല. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ SIT നീക്കം നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് വീഴ്ചാ വിവരങ്ങൾ പുറത്തുവരുന്നത്. എ പത്മകുമാറിനെ വീണ്ടും 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 10 വീണ്ടും ഹാജരാക്കും. റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യ ഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം അജികുമാർ എന്നിവരുടെ മൊഴിയാണ് വീണ്ടും SIT രേഖപ്പെടുത്തിയത്. 2024-25 കാലത്ത് നടന്ന അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ SIT ചോദിച്ചറിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കൂടി കേസെടുക്കാനാണ് SIT നീക്കം. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നേരത്തെ പരാതികളെത്തിയിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് തടയാനാണ് SIT നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.